Trump pledged to ban paper straws, which has some people wondering if they're benefiting the earth like they're supposed to. Ridiculous situation. So we're going back to plastic straws. I think it's okay. നമുക്കറിയാം ലോകമെങ്ങും ഇന്ന് പ്ലാസ്റ്റിക് മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും അത് പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും വളരെ സീരിയസ് ആയി തന്നെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പോൾ പുറത്തു വരുന്നതും അത് വലിയ ചർച്ചയ്ക്കിടയാക്കുന്നതും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനാണ് പുതിയ പോളിസികൾ വഴി ഓരോ ഘട്ടം ഘട്ടമായി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും പതിയെ നിർത്തലാക്കാനുമായി തീരുമാനമെടുത്തത്. ഒരു ദിവസത്തെ കണക്കെടുത്താൽ തന്നെ ഏകദേശം 500 മില്യൺ സ്ട്രോകളാണ് അമേരിക്കക്കാർ ഒരു ദിവസം തന്നെ ഉപയോഗിക്കുന്നത്. എന്നാൽ US സ്റ്റേറ്റുകളിൽ ഒന്നായ കാലിഫോർണിയ പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് സ്ട്രോകളുടെ നിർമ്മാണവും വിതരണവും കുറയ്ക്കുകയും ചെയ്തു. ഇവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഒരു 9 വയസ്സുകാരന്റെ പരിശ്രമത്തിലാണ്. മിലോ ക്രസ് എന്ന 9 വയസ്സുകാരൻ തുടങ്ങിവെച്ച ബി സ്ട്രോ ഫ്രീ എന്ന ക്യാമ്പയിനാണ് ഇവരെ സ്ട്രോ നിർമ്മാണത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാനായി കഴിഞ്ഞതിന് കാരണമെന്നത്. എന്നാൽ ജോ ബൈഡന്റെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണമെന്ന പോളിസിയെ ട്രംപ് വളരെ പരിഹാസത്തോടെയാണ് കണ്ടിരുന്നത്. ഈ പോളിസികൾക്കെതിരെ ട്രംപ് പറഞ്ഞത് നമ്മൾ തിരികെ പ്ലാസ്റ്റിക് സ്ട്രോയിലേക്ക് പോകുകയാണ് എന്നാണ്. ഇങ്ങനെ പറയുക മാത്രമല്ല, തിരികെ പ്ലാസ്റ്റിക് സ്ട്രോയുടെ നിർമ്മാണത്തിലും ഉപയോഗത്തിലുമുള്ള നിയന്ത്രണങ്ങൾ മാറ്റി എക്സിക്യൂട്ടീവ് ഓർഡറും ഈയിടയ്ക്ക് ഒപ്പുവെക്കുകയും ചെയ്തു എന്നതാണ്. ലോകരാജ്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിലേക്കുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വി ആർ ഗോയിങ് ടു പ്ലാസ്റ്റിക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ട്രംപ് അധികാരത്തിലേക്ക് കയറുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ പറ്റിയുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തെ പറ്റിയാണ്. ഇനി ഇതൊക്കെ മാറ്റിവെച്ചാൽ എന്താണ് മൈക്രോ പ്ലാസ്റ്റിക് എന്നും എന്തിനാണ് നാം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും നിർമ്മാണവും കുറയ്ക്കണമെന്ന് പറയുന്നതും ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ശാസ്ത്രീയമായ പഠനങ്ങളുമാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളോട് പണ്ട് മുതലേ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുന്നതിന് കാരണമായി പറയുന്നത് ഓസോൺ പാളിയിൽ വിള്ളൽ വീഴും, അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നതാണ്. എന്നാൽ എത്ര പേർക്കറിയാം ഈ പ്ലാസ്റ്റിക് നമ്മുടെ എല്ലാ ശരീരത്തിനുള്ളിൽ പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്ന്? ആദ്യമേ മനസ്സിലാക്കേണ്ടത് പ്ലാസ്റ്റിക് എന്താണ് എന്നതിനെ പറ്റിയാണ്. പ്ലാസ്റ്റിക് എന്നാൽ ഒരു കെമിക്കൽ മാത്രമല്ല, ഏകദേശം 13,000 അതിൽ കൂടുതലോ കെമിക്കൽ അടങ്ങിയ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നവയാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക്കിനെ നമുക്ക് കണ്ണിൽ കാണാൻ കഴിയാത്ത രീതിയിലും കണ്ണിൽ കാണുന്ന രീതിയിലുമുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അതായത് ഈ വലിയ പ്ലാസ്റ്റിക്കുകൾ വിഘടിച്ച് വളരെ ചെറിയ, അതായത് ഏകദേശം 5 മില്ലിമീറ്ററിനും താഴെ മാത്രമുള്ള പ്ലാസ്റ്റിക്കുകളുമുണ്ട്. ഇതിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല, എങ്കിലും ഇത് നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ ശ്വാസകോശങ്ങളിലും എന്തിന് നമ്മുടെ ബ്ലഡിലും നമ്മുടെ ബ്രെയിനിലും അതായത് മസ്തിഷ്കത്തിലും വരെ കണ്ടെത്തിയ പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ 5 മില്ലിമീറ്ററിലും താഴെ വരുന്നവയെ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞല്ലോ, ഇതിലും താഴെ വരുന്നവയാണ് നാനോ പ്ലാസ്റ്റിക് എന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളും നാനോ പ്ലാസ്റ്റിക്കുകളും നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളിൽ നിന്നും മറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകൾ നാം വലിച്ചെറിയുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ അത് വായുവിലൂടെയും നാം കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ തന്നെ എത്തി ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ്. എന്തിന് ചില ടൂത്ത് പേസ്റ്റുകൾ പോലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ സ്വിറ്റ്സർലൻഡിലുള്ള വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഒരാഴ്ചയിൽ ഒരു ശരാശരി മനുഷ്യന് ഏകദേശം 5 ഗ്രാമോളം പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നതാണ്. അതായത് 5 ഗ്രാം എന്നത് ഏകദേശം ഒരു ക്രെഡിറ്റ് കാർഡിന്റെ വെയിറ്റ് എന്നതാണ്. മറ്റൊരു പഠനം പറയുന്നത് ഏകദേശം 5000-ഓളം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നാം ഓരോ വർഷവും കഴിക്കുന്നുണ്ട് എന്നതാണ്. 2022 നെതർലൻഡിൽ നടത്തിയ പഠനത്തിൽ ടെസ്റ്റ് ചെയ്തവരിൽ 80% പേരിലും ആദ്യമായി മനുഷ്യന്റെ ബ്ലഡിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇതിനെ തുടർന്ന് പിന്നീട് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിലും മനുഷ്യന്റെ മറ്റ് അവയവങ്ങളിലും അതായത് ലിവറിലും കിഡ്നിയിലും എന്തിന് ബ്രെയിനിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നതാണ്. ഈ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതലും ഇത് വർഷങ്ങളോളം ശരീരത്തിൽ നിലനിൽക്കാൻ കാരണമാകുന്നുണ്ട്. ഇതിൽ പ്ലാസ്റ്റിക്കിലെ പോളിയെത്തിലീനാണ് പ്രധാനമായും കണ്ടുവരുന്ന പ്ലാസ്റ്റിക് എന്നത്. ഇങ്ങനെ ശരീരത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെയും നാനോ പ്ലാസ്റ്റിക്കുകളെയും എത്തുന്നത് കൊണ്ട് തന്നെ ഇത് കാർഡിയോവാസ്കുലർ അതായത് ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും അല്ലെങ്കിൽ സ്ട്രോക്ക്, ലങ്സ് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനോ ക്യാൻസർ പോലുള്ളവ ഉണ്ടാക്കാനോ അതുപോലെയുള്ള മറ്റ് രോഗങ്ങൾക്കും ഈ പ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തുന്നത് കൊണ്ട് ഉണ്ടാകാമെന്ന് എലികളിൽ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് മരണത്തിലേക്ക് വരെ നയിക്കാമെന്നതാണ്. ഇതിൽ 2024 ദ ന്യൂ ഇംഗ്ലണ്ട് ഓഫ് ജേണൽ മെഡിസിനിൽ പബ്ലിഷ് ചെയ്ത 300ഓളം പേഷ്യൻസിൽ നടത്തിയ പഠനത്തിൽ ഏകദേശം
ഏകദേശം 150ഓളം പേഷ്യൻസിന്റെ കരോട്ടിഡ് ആർട്ടറിയിൽ പോളിത്തീലിന്റെ സാന്നിധ്യം കണ്ടെത്താനേ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്ട്രോക്ക് പോലെയുള്ളവയ്ക്കും എന്തിന് മരണം വരെ സംഭവിക്കാനുള്ള വലിയ റിസ്ക് ഉണ്ട് എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിൽ 2024 വരെ നടത്തിയ പഠനങ്ങളിൽ മറ്റു അവയവങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിൽ പ്ലാസ്റ്റിക്കിന്റെ അളവ് കൂടുതലാണ് എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണമെന്നും അതിന്റെ നിർമ്മാണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും പ്ലാസ്റ്റിക് നിയന്ത്രണവും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചെറിയുന്നതിന് വരെ കർശന നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇതൊന്നും കൃത്യമായി നടപ്പിലാക്കാറില്ല എന്നതാണ്. കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കൂടി പോയാലും പ്ലാസ്റ്റിക് കൂനകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നത് കാണാനാകും. എന്തിന് തീരപ്രദേശങ്ങളിൽ വന്നിടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പോലും നമുക്ക് ഇപ്പോഴും തടയാനും നിയന്ത്രിക്കാനും ആകുന്നില്ല എന്നതാണ് സത്യം. പ്ലാസ്റ്റിക് കുറയ്ക്കണമെന്ന പോളിസി അമേരിക്കയിൽ ബൈഡൻ നടപ്പിലാക്കിയതിനെ പരിഹസിച്ച് തിരികെ പ്ലാസ്റ്റിക്കിലേക്ക് പോകാമെന്ന ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ രോഗത്തിലേക്ക് തള്ളിവിടുന്നത് വരാനിരിക്കുന്ന ഒരു പുതിയ തലമുറയിലേക്കാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് മൈക്രോ പ്ലാസ്റ്റിക് എന്നും നാനോ പ്ലാസ്റ്റിക് എന്നും ഇത് മനുഷ്യ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പഠനങ്ങളെ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള കണ്ടന്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബൈ.